ഇഷ്ടം മാത്രം എന്ന സീരിയലിലെ മനസ്സുനി എന്ന ക്യാരക്ടർ ചെയ്ത ലക്ഷ്മി പ്രസാദാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ ലക്ഷ്മി ചേച്ചി വെൽക്കം ടു. ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ഒക്കെ അടിപൊളി കേട്ടോ. എപ്പോഴാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ 18ാമത്തെ വയസ്സ് തൊട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. ആ സീരിയല് ആ ഫസ്റ്റ് പ്രൊമോ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. അതിലൊരു വില്ലത്തിയായിരുന്നു ഞാൻ ഇങ്ങനെ കയറുന്നത് പെട്ടെന്ന് എന്നുള്ളൊരു ഓരോന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തി ചോദിക്കുന്ന ചില പരിപാടികളുണ്ടല്ലോ, അന്ന് അത്രയില്ല. ഞാനൊന്നും കുത്തി ചോദിക്കുന്നില്ലല്ലോ അല്ലേ. നമ്മൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് നമ്മൾ തന്നെ വിചാരിക്കണം. ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും അത് ഏത് ഫീൽഡ് ആണെങ്കിലും ബലം പ്രയോഗിച്ചൊന്നും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പൊങ്കാലിടുന്നതിനിപ്പോ ഫോട്ടോ എടുക്കാൻ റീൽ എടുക്കാൻ അല്ലെങ്കിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലിടാനെന്ന് ജെന്യുവിനിലായിട്ട് അല്ലെങ്കിൽ മനസ്സിൽ തൊട്ട് പറയാൻ പറ്റുമോ നമുക്ക്? സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? ഞാൻ അശ്വതി. സീരിയൽ തൊഴിൽ പുതിയ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഇഷ്ടം മാത്രം എന്ന സീരിയലിലെ മനസ്സുനി എന്ന ക്യാരക്ടർ ചെയ്ത ലക്ഷ്മി പ്രസാദാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ ലക്ഷ്മി ചേച്ചി വെൽക്കം ടു ദി ഷോ. ഫസ്റ്റ് തന്നെ വേണ്ട ഔട്ട്ഫിറ്റ് ഒക്കെ അടിപൊളി കേട്ടോ. ഇങ്ങനെ എറിച്ച് നോക്കി എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കി. ഇവിടെ ലൊക്കേഷനിൽ നിന്നാണ് നമുക്ക് ആളെ കിട്ടിയത്. അപ്പൊ ഇത്രയും തിരക്കിനിടയിൽ നമുക്ക് ഈ ഒരു ഇത് തന്നതിൽ വളരെ വളരെ താങ്ക് യു. എനിക്ക് സന്തോഷം. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണു, നന്നായിട്ട് പോകുന്നു. ഇപ്പൊ ഇഷ്ടം മാത്രത്തില് ചെയ്യുന്നു. പിന്നെ എന്റെ പ്രോജക്ട്സ് ഇപ്പം പ്രസന്റ്ലി ഞാൻ 3 സീരിയൽ ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഒന്ന് സൂര്യ, അതില് മംഗല്യം തന്തുനാനീന എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഒന്ന് മഴവില്ലില് ഗായത്രി ദേവി എന്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് 3 സീരിയലാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. എങ്ങനെ ഈ ടൈം മാനേജ് ചെയ്യുന്ന? ഈ 3 സീരിയൽ, അത് 3 ചാനലാണ്. അതെ, ഒരു ചാനലല്ല. അപ്പൊ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? നമുക്ക് നമ്മള് നായികയൊന്നും അല്ലല്ലോ, സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് അല്ലേ, അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇതിൽ നെഗറ്റീവ് റോളാണോ? അതെ, നെഗറ്റീവ് റോളാണ്. ഓക്കെ, അപ്പം അതിന്റേതായിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഒക്കെയാണ് ഈ കാണുന്നത്. ഇങ്ങനെ നെഗറ്റീവ് റോൾസ് വീട്ടിലെ സീൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ. പുറത്തെ സീനാണെങ്കിൽ കുറച്ചുകൂടെ ഇത് വീട്ടിലെ പോലെയാണോ? എനിക്ക് പണ്ടോട്ടേ ഡൗട്ട്, ഈ വീട്ടിൽ നിൽക്കുന്ന ഈ വില്ലത്തിമാരൊക്കെ ഭയങ്കര അങ്ങനെയാണ്. അത് അടിപൊളിയാണ്. വീട്ടിൽ നിൽക്കുന്നത് നമ്മൾ ചൂടെടുക്കത്തില്ല, ഇങ്ങനെ കിടന്നൊക്കെ ഉറങ്ങുമ്പോൾ വീട്ടിൽ ആ ഒരു സീക്വൻസ് ആണ് മതി. ശീലമായി. ഓക്കെ, അപ്പം എപ്പോഴാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്? ഞാൻ സത്യം പറഞ്ഞാല് 18ാമത്തെ വയസ്സ് തൊട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. 18 വയസ്സ് തൊട്ട് ഉണ്ട്. ആങ്കറിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ആങ്കറിംഗ് ആയിരുന്നു ഫസ്റ്റ്. സീനിയർ ആണ്. ഏഷ്യാനെറ്റിലും കൈരളിയിലും ഒക്കെ ആങ്കറിംഗ് ആണ് തുടങ്ങിയത്. ഞാൻ ഡയന ചേച്ചിയാണ് എന്നെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡയന സിൽവസ്റ്റർ കേട്ട് കാണും, സിനിമയിലൊക്കെ ചെയ്ത. അപ്പോൾ ചേച്ചി ആണ് എന്നെ ഫസ്റ്റ് പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുന്നത്. ഓഡീഷൻ വഴിയൊക്കെ ആണ് കേട്ടോ. അന്ന് ഓഡീഷൻസ് ഉണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. അന്ന് ഉണ്ണി ശിവപാൽ ചേട്ടൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആങ്കർ ആയിരുന്നു പുള്ളി. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു കോ ആങ്കർ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് ആ സമയം തൊട്ട്. പിന്നെ സീരിയലാണ്. പിന്നെ ഫസ്റ്റ് സീരിയൽ ഏഷ്യാനെറ്റാണ്, വിവാഹിത എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ. അതില് ക്യാരക്ടറിന്റെ പേര് ലക്ഷ്മി എന്ന് തന്നെയായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സെയിന്റ് റിസാർട്സിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ നിന്ന് സെലക്ഷൻ കിട്ടിയിട്ടാണ് ഞാൻ സീരിയലിലേക്ക് വരുന്നത്. അപ്പൊ എത്ര സീരിയൽസ് ടോട്ടൽ ചെയ്തിട്ടുണ്ട്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ എണ്ണീട്ടില്ല. ഏകദേശം ഒരു 10-35 സീരിയലോളൊക്കെ കഴിഞ്ഞു കാണും. 35-ലധികം കാണും. ഓക്കെ, അപ്പൊ ഈ സീരിയലിലേക്ക് വന്ന ടൈം എപ്പോഴാണ്? മറ്റേ ആങ്കറിംഗ് കാര്യങ്ങൾ സീരിയല് ഞാൻ പറഞ്ഞല്ലോ, ആങ്കറിംഗ് ചെയ്ത് കുറച്ചു കാലം കഴിഞ്ഞപ്പോ തന്നെ സീരിയലിലേക്ക് എനിക്ക് അവസരം വന്നു. ഓക്കെ, അപ്പൊ ഈ 3 സീരിയൽ ഇപ്പൊ കറന്റ് ചെയ്യുന്നുണ്ട്. അത് 3 നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? 3 നെഗറ്റീവ് ആണ്. 3 നെഗറ്റീവ് ആണ്. ഓക്കെ, ചിലതിലൊക്കെ നമുക്ക് നെഗറ്റീവ് ചെയ്താലും അതിലൊരു കാരണമുണ്ട്, അതിനകത്തൊരു നന്മ ഉണ്ടാവും. ഇപ്പൊ ഞാൻ മുന്നേ ചെയ്തത് കേരളത്തിലെ ശ്യാമാംബരം ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതിൽ മായ എന്നുള്ള ക്യാരക്ടർ പക്ക നെഗറ്റീവ് ആണെങ്കിലും മായയുടെയും ജഗന്നാഥന്റെയും കോംബോ ഉണ്ട്, ഭയങ്കര ഇതായിരുന്നു, ഹിറ്റായിരുന്നു. അപ്പൊ ആ സമയത്ത് മായ നെഗറ്റീവ് ആണെങ്കിലും ആ നെഗറ്റീവിന് ഒരു നന്മയുണ്ടായിരുന്നു. ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു വിഷയം കൂടാണ്. കാര്യം കറുത്ത നായിക അന്നൊരു വിഷയമായിരുന്നു. ഫേസ്ബുക്കിലും എല്ലാത്തിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ഇതായിരുന്നു, സോഷ്യൽ മീഡിയയില്.
അതായത് കറുത്ത പെൺകുട്ടിയെ പെണ്ണ് കാണാൻ വരുമ്പോൾ അമ്മ പറയുന്നത് മോൻ നല്ല വെളുത്തിട്ടാണ്, എൻ്റെ മരുമകൾ വരുന്നത് നല്ല വെളുത്തിട്ടായിരിക്കണം, കറുത്ത കുട്ടിയെ പറ്റില്ല. സോ ആ സീരിയല് ആ ഫസ്റ്റ് പ്രൊമോ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. അതിലൊരു വില്ലത്തിയായിരുന്നു ഞാൻ. സോ എനിക്കത് ഭയങ്കര കുറേ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. നല്ല കുറെ അവാർഡ്സും കാര്യങ്ങളും എല്ലാം എനിക്ക് കിട്ടി ആ ഒരു ക്യാരക്ടർ. അപ്പൊ നെഗറ്റീവ് റോളാണ് ചെയ്യാൻ ഇഷ്ടം അതോ പോസിറ്റീവ് റോൾ ചെയ്യാൻ? അങ്ങനെ പറയാൻ പറ്റത്തില്ലെന്നേ. എല്ലാവരും നമ്മൾ നെഗറ്റീവ് വില്ലത്തി, എല്ലാത്തിലും അങ്ങ് വില്ലത്തിയാണല്ലോ. പക്ഷെ സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ല. പക്ഷെ ആൾക്കാർക്ക് കൊള്ളാം. ഏത് ക്യാരക്ടറാണ് പുറത്ത് ആൾക്കാർ അറിയപ്പെട്ടു ഒന്ന് ഫേമസ് ആയത്, മനസ്സിൽ ഒരു ഇടം പിടിച്ചൊരു ക്യാരക്ടറാണോ? ഞാൻ നേരത്തെ പറഞ്ഞ ശ്യാമാംബരം ഭയങ്കര എനിക്ക് ഇത് അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഫീൽഡിൽ നിന്ന് അകത്ത് തന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു ക്യാരക്ടറായിരുന്നു മായ. പിന്നെ സീതയിൽ അരുന്ധതി പക്ക നെഗറ്റീവ്. പിന്നെ അരയന്നങ്ങളുടെ വീട്ടിലെ ഫ്ലവേഴ്സിലെ ലിസമ്മയൊക്കെ വളരെ പോസിറ്റീവായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ആളുകൾ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൊച്ചു വേഷമായിരുന്നു. പക്ഷെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് സരിക എന്നുള്ളൊരു ക്യാരക്ടർ. മഞ്ഞുരുകും കാലം എന്നൊരു സീരിയൽ ഉണ്ടായിരുന്നു, ഭയങ്കര ഹിറ്റായിരുന്നു ജോയ്സി സാറിന്റെ. ഒരു രക്ഷയില്ല. അതിൽ വളരെ ചെറിയൊരു കഥാപാത്രമാണെങ്കിലും ഇപ്പോഴും ആൾക്കാർ ഫേസ്ബുക്കിലൂടെയൊക്കെ മെസ്സേജ് അയക്കും, സരികയല്ലേ സരികയല്ലേ. ഈ രൂപയല്ലായിരുന്നു അന്ന്, ഉണങ്ങി മെലിഞ്ഞ് ഒരു വല്ലാത്തൊരു രൂപമായിരുന്നു. എന്നാലും ആൾക്കാർ ഇപ്പോഴും തിരിച്ചറിയുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. മാമിനെ കാണുമ്പോഴത്തേക്കും ഒരിക്കലാളെ ഓർമ്മ വന്നു, ലക്ഷ്മി ഗോപാലസ്വാമി. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അതൊരു കട്ടുണ്ട് കറക്റ്റ് എനിക്ക് നോക്കുമ്പോൾ പുള്ളിക്കാരിയുടെ സൈഡ് ഫേസും ചിരിയും എല്ലാരും പറയാറുണ്ട്. ഒരു ജൂനിയർ ലക്ഷ്മി ഗോപാലസ്വാമി ഞാൻ മാമിനെ കണ്ടിട്ടുണ്ട്. അതും ഒരു സീരിയൽ ലൊക്കേഷനില്, ഞങ്ങളുടെ ഒരു സീരിയലില്. അത് ഏത് സീരിയലായിരുന്നു? കയ്യെത്തും ദൂരത്ത്, സി കേരളത്തിലെ. അതിലൊരു കല്യാണ എപ്പിസോഡിൽ മാം ആയിരുന്നു സെലിബ്രിറ്റി ഗസ്റ്റ്. അപ്പൊ ഞാനിങ്ങനെ ഫ്രണ്ട് ഇരുന്നു, മാം ഇങ്ങനെ കയറി പെട്ടെന്ന് എന്നുള്ളൊരു അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് പോയി സംസാരിച്ചു, ഒരുമിച്ച് ഫോട്ടോ എടുത്തു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരിക്കും ഭയങ്കര സന്തോഷം. പുള്ളിക്കാരിയുടെ അതേ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളതെന്ന് പറയുമ്പോ നമുക്ക് സന്തോഷം. ഇപ്പം ചേച്ചി പറഞ്ഞു ചേച്ചി ആങ്കർ ആയിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളെ കാട്ടിയും സീനിയർ ആണ്. അപ്പം അന്നൊക്കെ ആങ്കറിങ് ചെയ്ത സമയത്ത് അന്നത്തെ ആങ്കറിങ്ങും ഇപ്പോഴത്തെ ആങ്കറിങ് കണ്ടിട്ടുള്ള വ്യത്യാസം എന്തായിരുന്നു? അന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒതുങ്ങി ചെയ്യുന്ന ഒരു പ്രകൃതവും കാര്യങ്ങളായിരുന്നു. ഞാനിങ്ങനെ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു ടൈപ്പല്ല. പക്ഷേ ഇന്നിപ്പോ നിങ്ങളോട് പറയാമോന്ന് എനിക്കറിയില്ല. ഓൺലൈൻ മീഡിയക്കാർ ഈ പറഞ്ഞ പോലെ ഓരോന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തി ചോദിക്കുന്ന ചില പരിപാടികളുണ്ടല്ലോ. അന്ന് അത്ര ഇല്ല, അന്ന് കൂടുതൽ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ ഈ ക്യാമറ എടുത്ത് വെച്ച് ഇങ്ങനെ ആ നടി ഇന്നത് ചെയ്ത് കണ്ടോ, അത് ഇന്റർവ്യൂ ആങ്കറിംഗും അല്ലല്ലോ, അത് വേറെയാണ്. അത് വേറെ, അത് രണ്ടും ഡിഫറെന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ ആങ്കറിംഗിനെ പറ്റി അത് ജസ്റ്റ് വിഷ്വൽസ് എടുക്കുന്നത് കുറച്ചുകൂടെ ചെയ്യേണ്ടത് ഇന്ന് കുറച്ചുകൂടെ യൂത്തിന് അതാണ് കൂടുതൽ ഇഷ്ടം. അല്ലാണ്ട് ഈ സ്റ്റുഡിയോയിലൊക്കെ ഇരുന്നിട്ട് നമസ്കാരം അങ്ങനെയൊക്കെ പറയണത് ആ ട്രെൻഡ് മാറി. ഞാനൊന്നും കുത്തി ചോദിക്കുന്നില്ലല്ലോ അല്ലേ, എന്നെ ഉദ്ദേശമല്ലല്ലോ പറഞ്ഞത്, മനസ്സിലായി. ഓക്കെ. അപ്പം ഈ മേക്കപ്പ് ചെയ്യുമല്ലോ സ്റ്റുഡിയോ നിൽക്കുമ്പോ, അപ്പൊ ഈ ലൈറ്റും കാര്യങ്ങളും നമ്മൾ ഇത്രയും വർഷം സീരിയലിൽ നിന്നിട്ട് ഇത്രയും മേക്കപ്പും കാര്യങ്ങളും, അപ്പൊ വീട്ടിൽ പോയിട്ട് ഒരു സ്കിൻ കെയർ കാര്യങ്ങൾ എന്തെങ്കിലും കാണുമല്ലോ? തീർച്ചയായിട്ടും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്കിൻ കെയർ എന്ന് പറയുമ്പോഴുണ്ടല്ലോ എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കാൻ സൂക്ഷിക്കുക. കാര്യം ഒബ്വിയസ്ലി ഞങ്ങൾ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരാണ്. 6 മണി 6:30 ആകുമ്പോൾ കഷ്ടപ്പാടുണ്ട്, നല്ലോണം കഷ്ടപ്പാടുണ്ട്. പിന്നെ 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഞങ്ങൾ ലൊക്കേഷനിലെത്തി മേക്കപ്പ് ചെയ്ത്, ആ മേക്കപ്പ് ഞങ്ങൾ എത്ര നേരം, ഞങ്ങൾ 10 മണി വരെ, പിന്നെ വീട്ടിലെത്തുമ്പോൾ ഒരു നേരമാവും. അപ്പൊ ഇത്രയും നേരം ഞങ്ങൾ നിൽക്കുകയല്ലേ. അപ്പൊ മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്യാം, നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രോസസ്സ്. ഹോൾ മേക്കപ്പ് ക്ലീൻ ചെയ്യാൻ നല്ലോണം ടൈം എടുക്കും. നല്ലൊരു ക്ലെൻസറും കാര്യങ്ങളും ഉപയോഗിച്ച്, ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ ഡോക്ടേഴ്സ് നമുക്ക് തരുമല്ലോ നല്ലൊരു മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ, അതൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാണ്, ഒരുപാട് കെമിക്കൽ സംഭവങ്ങളിലേക്കൊന്നും പോവാതെ ഇരിക്കുകയാണ് പെട്ടെന്ന്. ഒരു പിമ്പിള് പോലും ഇല്ലേ? എന്റെ കുഞ്ഞ് പറയാതെ എന്താ നാളെ തൊട്ട് പിമ്പിള് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പറയും നമ്മൾ ഇത്രയും മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ശ്രദ്ധിക്കും, ഒരുപാട് വെള്ളം കുടിക്കും, നന്നായിട്ട് ആഹാരങ്ങൾ കഴിക്കും, അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ഉറങ്ങും.
പിന്നെ ഉറക്കം മെയിൻ ആണ്. ഉറക്കം ഉണ്ട്, ഉറക്കം അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങുന്നു. ലൊക്കേഷൻ വന്നാലും അല്ല, ഉറക്കം മെയിൻ ആണ് ഈ ഒരു നമ്മുടെ ഒരു ലുക്കിന് അത്യാവശ്യം ഉറക്കം വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കെമിക്കലിലേക്കൊന്നും പോവാതെ ആ പ്രോഡക്റ്റ്, ഈ പ്രോഡക്റ്റ്, മറ്റേ പ്രോഡക്റ്റ്, മറിച്ച പ്രോഡക്റ്റ് എല്ലാം കൂടെ പരീക്ഷിക്കാതിരിക്കുക. കാരണം സ്കിന്ന് നമ്മുടെ ആണല്ലോ, അപ്പൊ സ്നേഹിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാര്യം സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? അങ്ങനെ കുട്ടിക്ക് തോന്നുന്നുണ്ട് എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന്. അയ്യോ, ഞാൻ ലൊക്കേഷനിൽ വന്നിട്ട് എത്ര നേരം നോക്കിക്കൊണ്ടിരുന്നെന്ന് പറയും. കാരണം വെച്ചാൽ സീരിയസ്ലി ഒന്നാമത്തെ ഒരു ഔട്ട്ഫിറ്റ്, ഒരുങ്ങുന്ന പെണ്ണുങ്ങൾ എന്നെ ശ്രദ്ധിക്കാൻ കേട്ടിട്ടുണ്ടോ? ആണുങ്ങളെ കാട്ടിയും ശ്രദ്ധിക്കുന്നത് പെണ്ണുങ്ങളാണ് ഒരുക്കത്തിൽ. ശ്രദ്ധിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ ഈ ഒരു മേക്കപ്പ്, പൊട്ടൊക്കെ ഇത്രയും ഇതായിട്ടൊക്കെ ഇപ്പോഴും ഹൈലൈറ്റ് എടുത്ത് വെക്കുന്നൊക്കെ ഞാൻ ഇപ്പോഴും കാണുന്നു. മൂക്കുത്തി, അപ്പൊ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. എങ്ങനെയാണ് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ഗ്ലാമർ? കുട്ടി ആദ്യമായിട്ട് നല്ലൊരു മനസ്സുണ്ടായാൽ മതി. നമുക്ക് നല്ല മനസ്സില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒന്നിനും പുറകെ പോവാറില്ല. അന്ന് ഇന്നൊക്കെ ഇങ്ങനെയൊക്കെ വെയില് കൊള്ളത്തില്ല, അങ്ങനെ എന്തെങ്കിലും ടാൻ ആവത്തില്ല. ഞാൻ വലുതായിട്ട് ടാൻ അടിക്കത്തില്ല. അതാണ് ടാൻ ചിലൊരു ഇച്ചിരി ഒന്ന് വെയിൽ കൊണ്ടാൽ തന്നെ ടാൻ അടിക്കും. പക്ഷെ ടാനിന്റെ ഒരു സംഭവം വരികയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ എവിടെയാണെങ്കിലും സ്കൂട്ടറിൽ പോകുന്ന ആളാണ് ഞാൻ. അപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമാണ് കടലമാവ്. കടലമാവും തൈരും കൂടെ മിക്സ് ചെയ്ത് തേക്കുക എന്നുള്ളതാണ്. എല്ലാരും നല്ലതാ, ഒരു കുഴപ്പമില്ല. അത് സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യും. അപ്പൊ ഹെയറിന് എന്താ ചെയ്യുന്നത്? ഹെയർ വളരെ മോശമാണ്, വളരെ ഡാമേജ്ഡ് ആണ്. അപ്പം നേരത്തെ മുതൽ ഓരോരോ ട്രീറ്റ്മെന്റുകളാണ്. സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ്. സ്ട്രെയിറ്റനിങ് ഒക്കെ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോഴായിരിക്കും, ഞാനൊരു 10 കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം കുറേ മുടി ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഇപ്പൊ അങ്ങനെ ഓയിൽ തെക്കും. പിന്നെ ഈ ഫേസില് ഡ്രൈ ആകാതിരിക്കാൻ കുറച്ച് ഓയിൽ ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. സെറം അല്ല ഞാൻ ഉദ്ദേശിക്കണം, ആയുർവേദിക് എന്തെങ്കിലും നല്ല ഓയിൽസ് ഉണ്ടാവുമല്ലോ. കുളിക്കുന്നതിന് മുമ്പ് ഡെയിലി ഷൂട്ട് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അത് നോക്കാറുണ്ട്. കുറച്ച് ഓയിൽ. ഔട്ട്ഫിറ്റിന്റെ മുഖത്തൊന്ന് പറയാമോ? സാരിയുടെ ഒരു 10-20,000 വരുമോ സാരി? എന്റെ കുഞ്ഞെ, നാണം കെടുത്തല്ലേ. സീരിയലിൽ ഞങ്ങൾക്ക് അങ്ങനെ 20,000 രൂപയ്ക്കൊക്കെ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പറ്റും. ഈ സാരി മേ ബി ഇങ്ങനെ എടുത്ത് അറിയുന്നോണ്ടായിരിക്കും. അതെ, ഈ കളറാണ് ഞങ്ങൾ ബേസിക് നോക്കുക. കളർ അല്ലാതെ ഞങ്ങൾ അങ്ങനെ ഭയങ്കര പൈസയുള്ള ഡ്രസ്സൊന്നും ഇറച്ചു നിൽക്കണം. കളർ കോംബോ നോക്കും. അതിങ്ങനെ ഒരു കടയിൽ നിന്നല്ല, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടാവുമല്ലോ. എന്നാലും ഈ ഒരു സാരിക്ക് എത്രയായിരിക്കും ഒരു നോർമൽ പ്രൈസ്? ഇതിന് എനിക്ക് തോന്നുന്നു, ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 600-500 അത്രയൊക്കെ വരുള്ളൂ. അങ്ങനെ ആയിരിക്കാം. അല്ലാതെ എന്റെ സാരിക്കൊന്നും ഭയങ്കര വിലയുള്ള സാരി ഞാൻ വാങ്ങാറില്ല. വളരെ കുറച്ചാണ് വില പിടിപ്പുള്ളൊരു സാരി ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്. കൂടുതൽ ഇത്രയും റഫ് ഇങ്ങനത്തെയൊക്കെ യൂസ് ആയതുകൊണ്ട് തന്നെ കുറെ സീരിയലിൽ വേണ്ടേ, ഡ്രസ്സ് വേണ്ടേ, എല്ലാത്തിനും വേണ്ടേ. അപ്പൊ വില നോക്കിയിട്ടൊക്കെ അങ്ങനെയുള്ള കുറച്ച് കടകളുണ്ട്. പുറത്തുമ്പോ ചോദിക്കും, ഈ സാരി എവിടെ നിന്നാണ്? ആ സാരി അടിപൊളിയായിരുന്നു ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. സാരി നന്നായിരുന്നു, എവിടാണ് എടുത്തത്, അതൊക്കെ ചോദിക്കാറുണ്ട്. ഈ കോസ്റ്റ്യൂം ഒരു സീരിയലിൽ മെയിൻ ആണോ? ഭയങ്കര മെയിൻ ആണ്. ഒരു കഥാപാത്രത്തിന് ഈ ഒരു കോസ്റ്റ്യൂം തന്നെ, പ്രത്യേകിച്ച് വില്ലത്തിയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്കിപ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു ഇത്. പുറത്ത് പോകുമ്പോ അപ്പൊ എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. കോസ്റ്റ്യൂം പ്രധാന ഘടകമാണ്. ഇപ്പൊ ചേച്ചി ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സീരിയലിലൊക്കെ, പണ്ട് തൊട്ടേ അഭിനയിച്ച് നിൽക്കുന്നതാണ്. അപ്പൊ ഇനി പുതുമുഖങ്ങൾ സീരിയലിൽ കയറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? നമുക്ക് പുതിയ കുട്ടികളോട് എന്താ ഉപദേശം കൊടുക്കാൻ പറ്റുക? നല്ലത് ഏതാ ചീത്ത ഏതാന്ന് കുട്ടികൾക്ക് അറിയാമല്ലോ. കാര്യം ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ എല്ലാവരും ചിലപ്പോൾ ഒന്ന് പേടിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അത് അങ്ങനാണോ, കുഴപ്പമുണ്ടാവും? നമ്മൾ മനസ്സ് വിചാരിക്കാതെ നമുക്കൊന്നും പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് നമ്മൾ തന്നെ വിചാരിക്കണം. ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും അത് ഏത് ഫീൽഡ് ആണെങ്കിലും ബലം പ്രയോഗിച്ചൊന്നും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യാം. നമ്മുടെ ബോഡിയാണ്, നമ്മുടെ മനസ്സാണ്, നമ്മുടെ പേരാണ്, നമ്മുടെ ഇമേജാണ്. സോ അത് നമ്മുടെ കയ്യിലാണ് എല്ലാം. അതൊന്ന് സൂക്ഷിച്ചാൽ മതി. നമ്മൾ വിചാരിക്കും പോലെയാണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പേടിപ്പെടുത്തുന്ന പോലെയുള്ള അങ്ങനെ സംഭവം, കമ്മിറ്റി എന്നൊക്കെ കുറെ സംഭവങ്ങളുണ്ടല്ലോ, അതിലൊന്നും വലിയൊരു സംഭവമൊന്നുമില്ല. അങ്ങനെ നമ്മൾ അങ്ങനെ പുരുഷന്മാരെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പുരുഷനും തുല്യരാണ്, സ്ത്രീയും തുല്യരാണ്. അപ്പൊ രണ്ടുപേരും ഇതാകാതെ അങ്ങനെ ഈ ഇൻഡസ്ട്രിയിൽ അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കുറച്ചൊക്കെ
മനസ്സിലായി. ഇപ്പൊ ചേച്ചി ഒത്തിരി തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ബാക്കി സീനിയർ ആർട്ടിസ്റ്റ് ഇതുപോലെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴത്തെ കാലഘട്ടത്ത് ഇപ്പൊ പറഞ്ഞു രണ്ടുപേരും തെറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത്. പക്ഷെ ഇപ്പം ആണുങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോയും പേരും അഡ്രസ്സും ആധാർ കാർഡും എല്ലാം വരും. പക്ഷെ ഒരു പെൺകുട്ടി തെറ്റ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ പേര് മാത്രം, അല്ലെങ്കിൽ പെൺകുട്ടി യുവതി എന്ന് ഇര. ആ, അപ്പൊ അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അവരിതിന് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ രണ്ടുപേരുടെയും ഐഡന്റിറ്റി റിവീൽ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ പുരുഷനെ മാത്രം നമ്മൾ കുറ്റം പെടുത്തിട്ട് കാര്യമില്ല. ചില സന്ദർഭങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയണില്ല, പൂർണ്ണമായിട്ടും ഞാൻ അങ്ങനെ ഇതായിട്ട് പറയല്ല. പക്ഷേ ഒരു പ്രത്യേക ഒരു ഇതില് ഒരു പുരുഷനെ കൊണ്ട് എത്തിച്ചിട്ട്, ഒരു ഹണി ട്രാപ്പോ അങ്ങനെയൊക്കെ കൊണ്ട് എത്തിച്ചിട്ട്, പിന്നെ എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തില്ല, ഞാനൊന്നും കണ്ടില്ല, എനിക്ക് ഇയാൾ അറിയത്തേ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഈ നിയമം കുറച്ചൊക്കെ മാറ്റണം. ശരിയായ ആരാണോ തെറ്റ് ചെയ്തത് അവർക്ക് ശിക്ഷ ലഭിക്കുക തന്നെ വേണം. അത് ആണാണെങ്കിലും ശരി, പെണ്ണാണെങ്കിലും. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഒരാണും പെണ്ണും സ്നേഹിച്ചു പോകുന്നു, ബ്രേക്കപ്പ് ആവുന്നു, അപ്പൊ പെണ്ണ് പ്രായപൂർത്തിയായിരിക്കും, പക്ഷെ പെണ്ണ് കൊണ്ട് കേസ് കൊടുക്കുവാണ്, എന്നെ പീഡിപ്പിച്ചു, കല്യാണം കഴിച്ചതിന് കേസ് അകത്താവും. പക്ഷെ മേ ബി അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് കാണത്തില്ല. ആ ഒരു പെണ്ണുങ്ങൾക്കുള്ള ഈ ഒരു നിയമത്തിന്റെ സപ്പോർട്ടിനെ പറ്റി എന്താ പറയുക? ഞാൻ ഈ കൊച്ചു പെൺകുട്ടികൾ ഇങ്ങനെ ട്രാപ്പിലാകുന്നതിനെ കുറിച്ച് എനിക്ക് കമന്റ്സ് പറയാൻ പറ്റത്തില്ല. അത് അവരുടെ പ്രായമാണ്. മേ ബി തെറ്റുകൾ സംഭവിക്കാം. ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയുടെ ഒരു പോക്ക് അങ്ങനെ ആണല്ലോ. അപ്പൊ നമുക്ക് പെൺകുട്ടികൾ പോകുമ്പോൾ വിഷമമാണ്, ഇങ്ങനെയൊക്കെ ഒരു വാർത്തകൾ കേൾക്കുമ്പോൾ സങ്കടമാണ്. കാരണം എനിക്കൊരു പെൺകുട്ടിയാണ്, എനിക്കൊരു മോനുണ്ട്. അപ്പോൾ നാളെ കാലത്ത് അവനൊരു തെറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അവളൊരു തെറ്റ് ചെയ്യുമോ, ഭയങ്കര ടെൻഷനാണ് ഡെയിലി. ഇപ്പൊ ഞാൻ സത്യം പറയാനുണ്ടല്ലോ, ജനുവലി ഞാൻ പറയാണ്, ഞാൻ ഒരാഴ്ച ടെലിവിഷൻ വെക്കാറേ ഇല്ല. ന്യൂസ് അങ്ങനത്തെയാണ്. ഇന്നലെ വരെ നമ്മൾ കേട്ട ന്യൂസ് എന്താ, 12 വയസ്സായ കുട്ടി 4 മാസമായ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടുകയാണ്. എന്താ കാര്യം? ജലസിയാ പോലും. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങള്. അതെ. അപ്പൊ നമുക്കിപ്പോ നമ്മുടെ മക്കളെ തന്നെ പേടിയാണ്, അല്ലെങ്കിൽ വീട്ടിലാക്കാൻ പേടിയാണ്. അപ്പൊ മൊത്തത്തിൽ നിയമം മാറണം, അതിന്റെ വ്യവസ്ഥകൾ മാറണം, കുറച്ചുകൂടെ കടുപ്പിക്കണം ശിക്ഷ. ഇപ്പോഴത്തെ കാലഘട്ടം പണ്ടത്തെ കാലഘട്ടം നല്ല വ്യത്യാസം ഉണ്ടല്ലോ. പേടിച്ചാ ജീവിക്കുന്നത്. വീട്ടിൽ ഇവിടുന്ന് പോയി ലൊക്കേഷനിൽ പോയി വീട്ടിൽ എത്തുമെന്ന് പോലും നമുക്ക് അറിയത്തില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മള് ചിരിക്കുകയാണെങ്കിലും നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ് ഇപ്പൊ പലപ്പോഴും. ആരാ, എന്താ, എങ്ങനാ, 100 കാര്യങ്ങളല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നിയമം കുറച്ചുകൂടെ ഒന്ന് വളരെയധികം സ്ട്രിക്റ്റ് ആവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് ഈ കുട്ടികളൊക്കെ ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ, അപ്പം അതിന്റെ ഒരു എന്താ പറയാനുള്ളത്? ഡ്രഗ്സ് ഇപ്പൊ എന്തുവാ വളരെ നിസ്സാരമായിട്ട് ഇപ്പോഴത്തെ ജനറേഷൻ ഇതാക്കുന്ന കാര്യം. പണ്ടും ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുണ്ട്, ഇന്നും പ്രശ്നമുണ്ട്. പക്ഷെ മനസ്സിലാവാത്ത കാര്യം, ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് എന്താണ് ഇതിന് മാത്രം പ്രശ്നങ്ങളെന്നാണ്. ഇപ്പോഴത്തെ എല്ലാ യങ്സ്റ്റേഴ്സ് ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, വലിയ ആൾക്കാർ, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. കാരണക്കാര് നമ്മൾ പാരന്റ്സ് കൂടിയല്ലേ. നമ്മൾ കുഞ്ഞുങ്ങളെ മനസ്സിലാകുന്നതിന് പകരം അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കുക. പണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ചാണ് ഇരുന്ന് കഴിക്കുന്നത്. ഇന്ന് എല്ലാവർക്കും ഭയങ്കര തിരക്കാ. അച്ഛന് തിരക്ക്, അമ്മയ്ക്ക് തിരക്ക്, അമ്മമ്മയ്ക്ക് തിരക്ക്, അപ്പൂപ്പന് തിരക്ക്. അപ്പൂപ്പനൊന്നും ഇല്ല വീട്ടില്. അതൊക്കെ ഔട്ട് ഓഫ് ഫോക്കസ് എന്നുള്ള രീതിയിൽ വേറെ ഗാന്ധി ഭവനോ അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളോ ഒക്കെ മാറ്റിപ്പെട്ടു. സമയമില്ല, മക്കൾക്ക് സമയമില്ല നോക്കാൻ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ആകെ ഒരു കുട്ടിയോ 2 കുട്ടിയോ ഉണ്ടെങ്കിലും നമുക്ക് ആർക്കും അവരുടെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോലും സമയമില്ല. അച്ഛനും തിരക്കാണ്, അമ്മയ്ക്കും തിരക്കാണ്. 4 പേരുണ്ടെങ്കിൽ 4 പേരും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, 4 മൂലയിലും ഓരോ ഫോണെടുത്ത് കുഞ്ഞു നിൽക്കുകയല്ലേ നമ്മളെല്ലാവരും. സത്യം അല്ലേ? നമുക്ക് ആരുടെങ്കിലും ഒരു കാര്യം അറിയാൻ താല്പര്യമുണ്ടോ, സംസാരിക്കാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ എവിടാ, എന്താ, എങ്ങനെ, പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും വിശേഷമല്ല. ഇനി ഒരു കല്യാണം ക്ഷണിക്കണമെങ്കിൽ പോലും വാട്സപ്പ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ആ പഴയ സ്നേഹമൊക്കെ ഒന്നും ഇല്ല, എല്ലാം വാട്സപ്പ്. പിന്നെ ഒരു പ്രഹസനം മാത്രമാണ് പലതും. പണ്ടൊക്കെ എല്ലാവരും ഒരുമിച്ച് ടി വി കാണും അല്ലേ. അന്നൊരു ദൂരദർശനേ ഉള്ളൂ, ഒരു ചിത്രഗീതേ ഉള്ളൂ, എല്ലാം ആസ്വദിച്ചാൽ നമ്മളെല്ലാവരും കാണുന്നത്. ഈ ദൂരദർശന ശേഷവും ഈ സ്മാർട്ട് ഫോൺ വരുന്നതിന് മുമ്പ് ടൈം ഉണ്ടായിരുന്നു. ഞാനൊക്കെ 4th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ടി വി കാണുന്നു, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. പിന്നെ ഏത് മതസ്ഥരാണെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. വിളക്ക് കത്തിക്കൽ അല്ലെങ്കിൽ കുരിശ് വരക്കൽ. ഇതൊന്നും ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. എന്റെ പിള്ളേരടക്കം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഞാൻ വിളക്ക് കത്തിക്കും, പ്രാർത്ഥിക്കും, മക്കളെ ഒന്ന് വന്ന് ആകെ പ്രാർത്ഥിക്കുന്ന പരീക്ഷയാകുമ്പോ ദൈവമേ എന്നുള്ള മാത്രം പേന പൂജിക്കുക. ആ എക്സാം ടൈം മാത്രം പ്രത്യേക ഒരു ഭക്തി. അല്ലെങ്കിൽ മോൻ പോകുമ്പോ അമ്മയെ ഭസ്മം ഒന്ന് തൊട്ട് വന്നേക്കും. സത്യമാണ്. ആ ഒരു സ്പിരിച്വാലിറ്റി ഒക്കെ നമുക്ക് കുറയുന്നത് കൊണ്ടായിരിക്കാം. അമ്പലങ്ങളിലായാലും ഇപ്പൊ യങ്സ്റ്റേഴ്സ് ഒന്നും വരുന്നതായിട്ട് കാണുന്നില്ല. എല്ലാരും അമ്മമാരും അമ്മൂമ്മമാരും. അമ്പലങ്ങളിലൊക്കെ വരുന്നത് എന്തിനാണ് എന്ന് പറയാമോ? അമ്പലങ്ങളിൽ എന്തിനാ വരുന്നേ? ഉത്സവത്തിന് കളക്ഷൻ എന്തിനാണ്? അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനല്ലേ നമ്മൾ സാധാരണ പെൺകുട്ടികളും ആൺകുട്ടികളും പട്ടുപാവാടയൊക്കെ ഇട്ട് ഒരു പൊങ്കാലിടുന്ന എന്തിനാ ഇപ്പൊ? ഫോട്ടോ എടുക്കാനല്ലേ, റീൽ എടുക്കാനല്ലേ? അല്ലെങ്കിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലിടാനെന്ന് ജെന്യുവിനിലായിട്ട് അല്ലെങ്കിൽ മനസ്സിൽ തൊട്ട് പറയാൻ പറ്റുമോ നമുക്ക്? അപ്പൊ കൊറേ നമ്മളും കാരണക്കാരാണ്, ഇല്ലെന്ന് പറയാൻ പറ്റും. നാളെ കാലത്ത് എനിക്ക് നല്ലോണം അറിയാം, ഇത് വരുമ്പോ പൊങ്കാല എനിക്ക് തന്നെ കിട്ടും എന്നറിയാം. കുഴപ്പമൊന്നുമില്ല. കുറെയൊക്കെ പ്രഹസനങ്ങൾ കാണുമ്പോൾ സത്യമാണ് ഈ പറയുന്നത്. ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. എല്ലാം ഒരു കച്ചവടം, എല്ലാം ഒരു റീൽസിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. സോഷ്യൽ മീഡിയക്ക് വേണ്ടി വ്ലോഗാണ്, എത്ര വ്യൂവേഴ്സ്, എത്ര ഫോളോവേഴ്സ്, എത്ര ലൈക്സ്, എത്ര കമന്റ്, അതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കും തോറും നമ്മുടെ ജീവിതം ചുരുങ്ങി 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 വെട്ട്, കുത്ത്, കൊലപാതകം, പീഡനം ഇതിങ്ങനെ പോവുക പരമ്പരയായിട്ട്. അതേ ഉള്ളൂ ന്യൂസ്. ഇപ്പം അത് മാത്രമേ ഉള്ളൂ. സോ ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ഇതിനെല്ലാം നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും എല്ലാവരും അടക്കം എല്ലാവരും അതിന് ഉത്തരവാദികളാണ്. സോ അതാദ്യം വീട്ടിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് പാരൻസ് തന്നെ മുൻകൈ എടുത്ത് കുട്ടികൾക്ക് സ്കൂളിനും പങ്കുണ്ട്, പാരൻസിനും സ്കൂൾ എഡ്യൂക്കേഷൻ ഇപ്പം കുറച്ച് ഡിഫറൻസ്. ഈ പറഞ്ഞ പോലെ പണ്ടൊരു മോറൽ സയൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. എന്റെയൊക്കെ ഓർമ്മയിൽ എനിക്ക് ഉണ്ടായിരുന്നു മോറൽ സയൻസ് ക്ലാസ്. ഇന്ന് ആ പീരീഡ് ഒന്നും ഇല്ല. PTA കട്ട് ചെയ്തു. കാര്യം കുട്ടികൾക്ക് എൻട്രൻസ്, ഹയർ എഡ്യൂക്കേഷൻ, പിന്നെ കുട്ടികളുടെ ചിന്തയിൽ കാനഡ, യൂറോപ്പ്, സ്വിറ്റ്സർലാൻഡ്, നെതർലാൻഡ്സ് പഠിച്ച് വലുതാവണ്ടേ? ഇവിടെ പഠിത്തം ഇല്ലല്ലോ നമുക്ക്. സോ എല്ലാരും ആ ഒരു ഹയർ ഗ്രേഡിലേക്ക് ചിന്തിക്കും തോറും നമ്മുടെ മനസ്സ് ചുരുങ്ങി ചുരുങ്ങി ഇതുപോലെയുള്ള സംഭവങ്ങൾ വരുന്നു. അത്രേ ഉള്ളൂ ചുരുക്കം പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഭയങ്കരമായിട്ട് 2025 പണ്ടും പ്രഷർ കൂടുതലാണ് കുട്ടികൾക്ക്. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും സൂയിസൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾ, തൂങ്ങിച്ചാകുന്നു. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ കാര്യം പറഞ്ഞോട്ടെ, ഈ തൂങ്ങിച്ചാകുമ്പോ കുരുക്കിടാൻ പോലും ഈ കൊച്ചു കുട്ടികളൊക്കെ ഈ കുരുക്കൊക്കെ ഇടാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തൂങ്ങി മരിച്ചു. ഇന്നലെ ഒരു അമ്മ ഹൃദയം പൊട്ടി പറയാ, എന്തോ അനിയനുമായിട്ട് പ്രശ്നം ഉണ്ടായി, എന്തോ സാധനം കൊടുക്കാത്തതിന് ഈ കൊച്ചു പറഞ്ഞു, എത്ര 4ാം ക്ലാസ്സിൽ, എത്ര വയസ്സാന്ന് എനിക്ക് അറിയത്തില്ല, കൊച്ചു കുഞ്ഞ്, ഞാൻ പോയി മരിക്കും കേട്ടോ. ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെന്ന്. പക്ഷെ 2 ദിവസം 3 ദിവസം മുന്നേ അനിയനുമായിട്ടുള്ള എന്തോ പ്രശ്നത്തില് അമ്മ വിളിച്ചിട്ട് കേട്ടില്ല. നോക്കുമ്പോ ബാത്റൂമിൽ പോയി ആ കുട്ടി കുരുക്കിട്ടു ഷോളിൽ. ബാത്റൂമിലൊക്കെ എങ്ങനെ ഈ കുട്ടികൾക്ക് ഇതങ്ങ്. അപ്പം എല്ലാരും ഫോൺ ഒരു പ്രശ്നമുണ്ട്, മീഡിയ, സിനിമ എല്ലാം കാരണക്കാരാണ്. ഇപ്പൊ എല്ലാം എന്തിപ്പം ഇത് നോക്കിയാൽ ഫോണിൽ കിട്ടുന്നുണ്ട്. നമുക്കെല്ലാം അറിയാൻ പറ്റുമല്ലോ, നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ടേ. ഈ ഫോൺ കൊടുക്കുന്നത് ഏതൊരു പ്രായത്തിലാണ് ഒരു കുട്ടിക്ക് ഫോൺ കൊടുക്കേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്? പണ്ടത്തെ കാലത്ത് ഫോൺ ഇല്ലാത്തവർ കുറച്ചുകൂടി പിള്ളേർ നന്നായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കൊറോണയ്ക്ക് ശേഷം അല്ലേ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കുട്ടികൾക്ക് ഇപ്പൊ ഫോണില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോ ഇത്രയും ഈ തിരക്കിനിടയിൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ നമുക്ക് മനസ്സിലാവും, ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ ടയേർഡാണ്. അത്രയും ആ ടയേർഡ്നെസ്സിലും ചേച്ചി ഇന്റർവ്യൂ കിട്ടുമെന്ന് ചോദിച്ചപ്പം ഓടി വന്നിരുന്ന് തന്നെ ഭയങ്കര താങ്ക്സ് ഉണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ കാണാൻ പറ്റിയാലും നമ്മളോട് ടൈം സ്പെൻഡ് ചെയ്യലും. അപ്പൊ ഇനിയും ഒത്തിരി സീരിയൽസും മൂവിയും ഒക്കെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്.